പത്തനംതിട്ട, എൻ്റെ സ്വന്തം നാട്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെങ്കിൽ പത്തനംതിട്ട ജില്ല അതിൻ്റെ പ്രധാന ഘടകമാണ്. നദികളും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും വനപ്രദേശങ്ങളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും കഥ പറയുന്ന നാട്. പ്രകൃതിയും മനുഷ്യനും ഒരുമിക്കുന്ന നാട്. സാക്ഷാൽ അയ്യപ്പൻ്റെ നാട്. ഒരുപാട് മനോഹരമായ സ്പോട്ടുകൾ കൊണ്ട് സഞ്ചാരികളെ അതിശയിപ്പിക്കുന്ന നാടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അങ്ങനെയുള്ള ഒരുപാട് ടൂറിസം സ്പോട്ടുകളിലേക്കാണ്. കാണാം പത്തനംതിട്ട ജില്ലയുടെ കാഴ്ചകൾ. നമ്പർ 1, കോന്നി ആനക്കൂട്. ആനകളെ സംരക്ഷിച്ച് പരിപാലിക്കുവാനും പരിശീലിപ്പിക്കുവാനും 1942 സ്ഥാപിതമായ കോന്നി ആനക്കൂട് പത്തനംതിട്ടയുടെ പ്രധാന ടൂറിസം സ്പോട്ടുകളിലൊന്ന്. പത്തനംതിട്ട ടൗണിൽ നിന്നും 10 കിലോമീറ്റർ അകലെ കോന്നിയിലാണ് ഈ സ്പോട്ടുള്ളത്. ആനയുടെ പുറത്തേറി സവാരിയും എലിഫന്റ് മ്യൂസിയവും കുട്ടി ആനകളുടെ കാഴ്ചകളും ഒക്കെ കൊണ്ട് സമ്പന്നമായ സ്പോട്ട്. കൊട്ടവഞ്ചിയും അടവിയുമൊക്കെയാണ് അടുത്തുള്ള മനോഹരമായ മറ്റു സ്പോട്ടുകൾ. നമ്പർ 2, ഗവി. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ പ്രദേശം. മുൻകൂട്ടി പാസ് എടുത്ത് നിബിഡമായ വനത്തിലൂടെ യാത്ര ചെയ്ത് വേണം വനപ്രദേശത്താൽ ചുറ്റപ്പെട്ട ഗവിയിലേക്ക് എത്തേണ്ടത്. വന്യജീവികളെ അടുത്ത് കാണുവാനും അറിയുവാനും ഒപ്പം ബോട്ടിങ്ങും നിബിഡ വനത്തിലേക്കുള്ള ട്രെക്കിങ്ങും ടെന്റുകളിൽ ഔട്ട്ഡോർ ക്യാമ്പിങ്ങും ഒക്കെ ആസ്വദിക്കാവുന്ന മനോഹരമായ ഒരു പ്രദേശം. കോന്നി കൊട്ടവഞ്ചി. കോന്നി അടവി എന്നറിയപ്പെടുന്ന മനോഹരമായ സ്ഥലത്താണ് കൊട്ടവഞ്ചി റൈഡ് ഉള്ളത്. ഒരു കുട്ടയ്ക്ക് 500 രൂപ നിരക്കിൽ വനത്തിൻ്റെയും വന്യജീവികളുടെയും കാഴ്ച കണ്ട് 20 മിനിറ്റോളം കുട്ടവഞ്ചി റൈഡ് ആസ്വദിക്കുവാൻ കഴിയും. മണ്ണീറ വെള്ളച്ചാട്ടം തുടങ്ങി ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് അടവി. കോന്നിയിൽ നിന്നും അടവിയിലേക്കുള്ള യാത്ര തന്നെ ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിരിക്കും. ചെളിക്കുഴി വാട്ടർഫാൾസ്. പത്തനംതിട്ടയിലെ ഏറ്റവും ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങളിലൊന്ന്. കോന്നിയോട് ചേർന്ന് 8 കിലോമീറ്റർ ദൂരെ കല്ലേലി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് വെള്ളച്ചാട്ടമുള്ളത്. ബൈക്കിലോ കാറിലോ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ എത്തിച്ചേരാം. പിന്നീട് ഒരു 500 മീറ്റർ നടന്നാൽ വെള്ളച്ചാട്ടമായി. അതീവ സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ്. പത്തനംതിട്ടയിലെ ഏറ്റവും മികച്ച വെള്ളച്ചാട്ടങ്ങളിലൊന്ന് കല്ലേലി വെള്ളച്ചാട്ടം എന്നുകൂടി ഈ വെള്ളച്ചാട്ടത്തിന് പേരുണ്ട്. ചുട്ടിപ്പാറ. പത്തനംതിട്ട ടൗണിൻ്റെ കാഴ്ചകൾ ഒരു പരുന്തിൻ്റെ കണ്ണിലെ കാഴ്ചകൾ എന്ന പോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ചുട്ടിപ്പാറ. ടൗണിൽ നിന്നും 500 മീറ്റർ ഡിസ്റ്റൻസിൽ ചുട്ടിപ്പാറയുടെ താഴ്വാരത്തേക്ക് എത്താം. പിന്നീട് അല്പദൂരം നടന്നു കയറിയാൽ പത്തനംതിട്ട ടൗണിൻ്റെ കാഴ്ചകളായി. അതിരാവിലെയും വൈകിട്ടുമാണ് ഈ ലൊക്കേഷൻ്റെ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുക. അടവി ബാംബു ഹട്ട്സ്. കോന്നി അടവിയിൽ കല്ലാറിന്റെ തീരത്ത് മരങ്ങളുടെ മുകളിൽ തീർത്ത മുള കൊണ്ട് നിർമ്മിച്ച കൂടാരങ്ങളിൽ ഒരു നൈറ്റ് സ്റ്റേ ആസ്വദിക്കുവാൻ കഴിയുന്ന സ്ഥലമാണ് അടവി ബാംബു ഹട്ട്സ്. പത്തനംതിട്ട കോന്നിക്കടുത്ത് അടവിയിൽ തന്നെയാണ് ഈ ലൊക്കേഷൻ ഉള്ളതും. ഏകദേശം 4 പേർക്ക് 4000 രൂപയ്ക്ക് അടുത്താണ് ഒരു സിംഗിൾ ഹട്ടിന് ഈടാകുന്നത്. വന്യജീവികൾ വെള്ളം കുടിച്ച് മടങ്ങുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്ഥലം. മണ്ണീറ വാട്ടർഫാൾസ്. പത്തനംതിട്ട കോന്നിയിൽ നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മണ്ണീറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാം. അടവി കൊട്ടവഞ്ചിയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് അല്പദൂരം പോയാൽ മണ്ണീറ വെള്ളച്ചാട്ടമായി. കോട്ടപ്പാറ വ്യൂ പോയിന്റ്. പത്തനംതിട്ട ടൗണിൽ നിന്നും 8 കിലോമീറ്റർ ദൂരം വള്ളിക്കോട് കോട്ടയം എന്നറിയപ്പെടുന്ന ഗ്രാമപ്രദേശത്തിൻ്റെയും പത്തനംതിട്ടയുടെയും മനോഹരമായ പ്രദേശങ്ങളുടെ താഴ്വാര കാഴ്ചകൾ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റാണ് കോട്ടപ്പാറ. പൂച്ചക്കുളം വാട്ടർഫാൾസ്. കോന്നി തണ്ണിത്തോട് ഭാഗത്ത് വനപ്രദേശത്തോട് ചേർന്നുള്ളൊരു വെള്ളച്ചാട്ടമാണ് പൂച്ചക്കുളം. ഉൾഗ്രാമ പ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തു വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ. മനോഹരമായ ഒരു പ്രദേശത്തെ അലങ്കരിക്കുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. കാഞ്ഞിക്കുളത്ത് പാറ. പത്തനംതിട്ട കോന്നിയുടെ വിദൂര കാഴ്ചകൾ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റാണ് കാഞ്ഞിക്കുളത്ത് പാറ. കോന്നി ടൗണിൻ്റെയും ചുറ്റുമുള്ള പ്രദേശങ്ങളുടെയും പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു ലൊക്കേഷൻ. അധികം അറിയപ്പെടാത്ത ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ പ്രദേശം. മാൻപിലാവ് വാട്ടർഫാൾസ്. പത്തനംതിട്ട ചിറ്റാർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്നും 5 കിലോമീറ്റർ ദൂരത്താണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടമുള്ളത്. നല്ല ഉയരത്തിൽ നിന്നും താഴേക്ക് പതിയുന്നൊരു വെള്ളച്ചാട്ടം കൂടിയാണ്. ഒരു കുന്നിറങ്ങി വേണം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുവാൻ. സേഫായ ഒരു ലൊക്കേഷനാണ്. മനോഹരമായ ഒരു ഭൂപ്രകൃതി അലങ്കരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. കവിയൂർ റോക്കറ്റ് ടെമ്പിൾ. 8-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാക്ഷേത്രമാണിത്. പത്തനംതിട്ട ടൗണിൽ നിന്നും 28 കിലോമീറ്റർ അകലെ തിരുവല്ലയ്ക്കടുത്ത് കവിയൂരിലാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. പനംകുടന്ത വാട്ടർഫാൾസ്.
പത്തനംതിട്ട പെരുന്തേനരുവിക്കടുത്തുള്ള മനോഹരമായ സ്പോട്ടാണ് പനംകുടത്ത. വനത്താൽ ചുറ്റപ്പെട്ട് 7 തട്ടുകളിലായി താഴേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടം ജില്ലയിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. ഗ്രാമപ്രദേശത്തോട് ചേർന്ന ഒരു ഭാഗമാണെങ്കിലും വന്യജീവികളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. പത്തനംതിട്ട ടൗണിൽ നിന്നും 30 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. വെള്ളച്ചാട്ടത്തിലേക്ക് അടുക്കുന്ന ഭാഗം ഏകദേശം 2 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. പിന്നീട് വനത്തിലൂടെ ട്രക്ക് ചെയ്ത് വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുവാൻ. വനത്തിലൂടെ ഒഴുകിയെത്തുന്ന ജലമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. വെള്ളച്ചാട്ടത്തിന്റെ 7 തട്ടുകളിലേക്കും ഇറങ്ങിച്ചെന്ന് നമുക്ക് വെള്ളച്ചാട്ടം ആസ്വദിക്കുവാൻ കഴിയും. ഏറ്റവും മുകളിലെ തട്ടിലേക്ക് പോകുന്നത് അല്പം റിസ്ക് ആണ്. കാട്ടാത്തിപ്പാറ വ്യൂ പോയിന്റ്. കോന്നി കൊക്കാത്തോട് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് കാട്ടാത്തിപ്പാറ. വൻ മരങ്ങളും പക്ഷികളും കാട്ടരുവികളും വഴിയൊരുക്കുന്ന മനോഹരമായ ഭൂപ്രദേശം. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ്. മാടത്തരുവി വാട്ടർഫോൾസ്. പത്തനംതിട്ട റാന്നിക്കടുത്തുള്ള വെള്ളച്ചാട്ടമാണ് മാടത്തരുവി. റാന്നി ടൗണിൽ നിന്നും 5 കിലോമീറ്റർ അകലെ മന്ദമരുതി എന്നറിയപ്പെടുന്ന സ്ഥലത്തിന് മുൻപായി വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു ലൊക്കേഷനാണ് ഇത്. ചെറുതെങ്കിലും നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. ചുറ്റും നമ്മളെ അതിശയിപ്പിക്കുന്ന പ്രകൃതിയുടെ കാഴ്ചകളും. തികച്ചും സേഫായ ഒരു ലൊക്കേഷൻ. വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു അരുവിയാണ് ഇത്. പിന്നീട് പമ്പാ നദിയിൽ ചേരുന്നു. വെള്ളച്ചാട്ടത്തിന് മുൻപിലായി ഒന്ന് കുളിച്ചു കയറാൻ പാകത്തിൽ കുളത്തിന് സമാനമായ ഒരു ഇടവുമുണ്ട്. ചെങ്ങറ വ്യൂ പോയിന്റ്. പത്തനംതിട്ട കോന്നിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെ അട്ടച്ചാക്കൽ ചെങ്ങറ കുമ്പളാംബോയ്ക്ക് റോഡിനോട് ചേർന്നുള്ള മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ് ചെങ്ങറ വ്യൂ പോയിന്റ്. നല്ല ദൂരത്തോളം വനനിബിഡമായ മലനിരകളുടെ ഭംഗി ആസ്വദിക്കുവാൻ കഴിയുന്ന ലൊക്കേഷൻ കൂടിയാണ് ഇത്. കോടമഞ്ഞ് പൊതിയുന്ന നേരം ഈ പ്രദേശത്തിൻ്റെ ഭംഗി ഒന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. ബ്ലാപ്പിലെ വാട്ടർഫാൾസ്. ചെങ്ങറ വ്യൂ പോയിന്റിനോട് ചേർന്നുള്ള വെള്ളച്ചാട്ടമാണ് ബ്ലാപ്പില. വ്യൂ പോയിന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം നല്ല വിസ്തൃതിയിലൊഴുകി താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമാണ്. ചെങ്ങറ ഹാരിസൺ എസ്റ്റേറ്റിന്റെ ഉള്ളിലായാണ് വെള്ളച്ചാട്ടമുള്ളത്. എസ്റ്റേറ്റിലൂടെ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ യാത്ര ചെയ്താൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാം. മാവരപ്പാറ. പത്തനംതിട്ട പന്തളം ടൗണിൽ നിന്നും 4 കിലോമീറ്റർ ദൂരം. മാവരപ്പാറ ഒരു പാറമടയാണ്. പ്രവർത്തനം നിർത്തിയ പാറമടയുടെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു പാറയുടെ ഭാഗത്ത് കയറിയാൽ മനോഹരമായ പാടങ്ങളും ഗ്രാമപ്രദേശത്തിന്റെയൊക്കെ ഭംഗി ആസ്വദിക്കുവാൻ കഴിയും. പന്തളം പ്രദേശത്തിന്റെ ഭംഗി ഏറ്റവും മനോഹരമായ രീതിയിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇത്. അരുവിക്കുഴി വാട്ടർഫാൾസ്. പത്തനംതിട്ട കോഴഞ്ചേരിക്കടുത്താണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം. കോഴഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ അകലെ. റബ്ബർ തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഭാഗത്താണ് വെള്ളച്ചാട്ടമുള്ളത്. 2 തട്ടുകളിലായി നല്ല ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. വന്യമായ പച്ചപ്പിന് നടുവിൽ ഒരു വിസ്മയം പോലെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. പന്തളം പാലസ്. അച്ചൻകോവിലാറിൻ്റെ തീരത്ത് മധുരയിൽ നിന്നും എത്തിയ പാണ്ഡ്യ രാജാക്കന്മാർ നിർമ്മിച്ച കൊട്ടാരമാണ് പന്തളം കൊട്ടാരം. കേരളത്തിൻ്റെ പൈതൃകത്തിലും വിശ്വാസത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന കൊട്ടാരമാണ് ഇത്. ശബരിമല സാക്ഷാൽ ഭഗവാൻ അയ്യപ്പൻ കളിച്ചു വളർന്ന കൊട്ടാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശബരിമല ക്ഷേത്രവുമായി അടുത്ത് ബന്ധമുള്ള ഒരു കൊട്ടാരം കൂടിയാണ് പന്തളം. ഒരയ്ക്കൻപാറ വാട്ടർഫാൾസ്. പത്തനംതിട്ടയിൽ നിന്നും 29 കിലോമീറ്റർ അകലെ മല്ലപ്പള്ളി താലൂക്കിൽ കോട്ടാങ്ങൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്താണ് ഒരയ്ക്കൻപാറ വെള്ളച്ചാട്ടം. കോട്ടാങ്ങലിൽ നിന്നും കോഴഞ്ചേരി ഈരാറ്റുപേട്ട റോഡിലൂടെ സഞ്ചരിച്ച് വേണം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്താൻ. ഒരു പാർക്കിലെ വാട്ടർ സ്ലൈഡ് പോലെയാണ് ഈ വെള്ളച്ചാട്ടം. പാറയിലൂടെ ഇങ്ങനെ നിരങ്ങി താഴേക്ക് ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു രസകരമായ എക്സ്പീരിയൻസ് ആണ്. ആറന്മുള ടെമ്പിൾ. ആറന്മുള പമ്പാ തീരത്തെ നന്മ നിറങ്ങിയ ഗ്രാമപ്രദേശം. ആറന്മുള ക്ഷേത്രവും ഇവിടുത്തെ ആചാരങ്ങളും പത്തനംതിട്ടയുടെ ടൂറിസവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതിന് കാരണമാകുന്നത് ആറന്മുള കണ്ണാടിയും വള്ളംകളിയും വള്ളസദ്യയുമൊക്കെയാണ്. ഓരോ വർഷവും വിദേശികളടക്കം നിരവധി ആളുകളെ ആകർഷിക്കുന്ന ഇടമാണ് ആറന്മുള. പത്തനംതിട്ടയിൽ നിന്നും 14 കിലോമീറ്റർ ദൂരമാണ് ഈ പ്രദേശത്തേക്ക്. ഊട്ടുപാറ വ്യൂ പോയിന്റ്. പത്തനംതിട്ട റാന്നിയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് ഊട്ടുപാറ വ്യൂ പോയിന്റ്. മണിമല എന്നറിയപ്പെടുന്ന സ്ഥലത്തിനോട് ചേർന്ന് പൊന്തമ്പുഴ വനത്തിനുള്ളിലാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി പ്രദേശം കൂടിയാണ് ഇത്. വനത്തിലൂടെ അല്പദൂരം നടന്നു വേണം വ്യൂ പോയിന്റിന്റെ ഭാഗത്തേക്ക് എത്തുവാൻ. ഗ്രീൻ വാലി പാർക്ക്. പത്തനംതിട്ട അടൂരിൽ കുട്ടികൾക്കൊപ്പം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഗ്രീൻ വാലി. പലതരത്തിലുള്ള റൈഡുകളും വാട്ടർ സ്ലൈഡും ഒക്കെയായി മികച്ച ഒരു പാർക്കാണ് ഇത്. കൊമ്പൻ പാറ. പത്തനംതിട്ടയിൽ നിന്നും 15 കിലോമീറ്റർ ദൂരത്തുള്ള മനോഹരമായ ഒരു പ്രദേശമാണ് കൊമ്പൻ പാറ.
പത്തനംതിട്ടയിൽ വകയാർ ഇളപ്പുപാറ ഭാഗത്താണ് ഈ ലൊക്കേഷൻ ഉള്ളത്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ്. വനപ്രദേശത്തോട് ചേർന്ന് ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ പരന്നു കിടക്കുന്ന പാറയിൽ നിന്നും ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ ദൂരക്കാഴ്ച ആസ്വദിക്കുവാൻ കഴിയുന്ന ലൊക്കേഷനാണ് കൊമ്പൻപാറ വാട്ടർഫാൾസ്. കൊമ്പൻപാറയുടെ മുകളിൽ നിന്നും ഉത്ഭവിച്ച് കൊമ്പൻപാറ എന്നറിയപ്പെടുന്ന വലിയ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമാണ് കൊമ്പൻപാറ വാട്ടർഫാൾസ്. നല്ല ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പതിക്കുന്നത്. ഒരു സീസണൽ വാട്ടർഫാൾ കൂടിയാണ്. കൊമ്പൻപാറയുടെ താഴ്വാരത്തെത്തി വേണം വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച ആസ്വദിക്കുവാൻ. ഭൂതക്കുഴിപ്പാറ പത്തനംതിട്ടയിൽ നിന്നും 28 കിലോമീറ്റർ അകലെ ഓതറ എന്നറിയപ്പെടുന്ന സ്ഥലത്തിനടുത്താണ് ഭൂതക്കുഴിപ്പാറ. 2 വശവും അഗാധമായ താഴ്ചയുള്ള ഒരു നടവഴി പോലുള്ള വലിയ ഒരു പാറയാണ്. പനമ്പാറ വ്യൂ പോയിന്റ് മാളികപ്പുറം സിനിമയുടെ പ്രധാന ലൊക്കേഷനായിരുന്നു ഈ വ്യൂ പോയിന്റ്. അങ്ങനെ ഫേമസ് ആയ സ്ഥലമാണ് പനമ്പാറ. റാന്നി പഴവങ്ങാടിക്കടുത്താണ് ഈ ലൊക്കേഷൻ. പത്തനംതിട്ട റാന്നിയിൽ നിന്നും 6 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. റാന്നിയുടെ വിദൂര കാഴ്ചകൾ ആസ്വദിക്കുവാൻ കഴിയുന്ന വ്യൂ പോയിന്റാണ് ഇത്. രാജഗിരി വാട്ടർഫാൾസ്. രാജഗിരി വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരക്കുഴി വെള്ളച്ചാട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണിത്. പത്തനാപുരം കൂടൽ ഭാഗത്ത് രാജഗിരി എന്നറിയപ്പെടുന്ന എസ്റ്റേറ്റിന് ഉൾവശത്താണ് വെള്ളച്ചാട്ടമുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരത്താണ് കോട്ടപ്പാറ. പത്തനംതിട്ട സീതത്തോടിൽ കോട്ടക്കുഴി എന്നറിയപ്പെടുന്ന ഗ്രാമപ്രദേശത്താണ് കോട്ടപ്പാറ. വനപ്രദേശത്തിന്റെ ഭംഗിയുള്ള ദൂരക്കാഴ്ചകൾ ആസ്വദിക്കുവാൻ കഴിയുന്ന മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ്. ഒപ്പം ഏറ്റവും മുകളിലായി ഒരു ക്ഷേത്രവുമുണ്ട്. കോടമഞ്ഞിൽ പൊതിഞ്ഞുള്ള വിദൂര കാഴ്ചകൾ ഇവിടെ നിന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. പത്തനംതിട്ട ടൗണിൽ നിന്നും 35 കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രദേശം. വേലുത്തമ്പി ദളവ മെമ്മോറിയൽ മ്യൂസിയം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി വീരമൃത്യു വരിച്ച തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനി വേലുത്തമ്പി ദളവയുടെ സ്മാരകമാണിത്. പത്തനംതിട്ട മണ്ണടി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് മ്യൂസിയം ഉള്ളത്. പത്തനംതിട്ടയിൽ നിന്നും 25 കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രദേശം. കക്കി ഡാം. പമ്പാ നദിയുടെ കൈവഴിയായ കക്കി നദിയിലാണ് കക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പെരിയാർ ടൈഗർ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ഈ പ്രദേശം. ഗവിയിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളിലൊന്നാണ് കക്കി ഡാം. മനോഹരമായ ഭൂപ്രകൃതിയും കോടമഞ്ഞ് മൂടുന്ന മലനിരകളും ഈ പ്രദേശത്തെ വ്യത്യസ്തമാക്കുന്നു. അഞ്ചുമലപ്പാറ. പത്തനംതിട്ട ഏനാദിമംഗലം എന്നറിയപ്പെടുന്ന ഗ്രാമപ്രദേശത്താണ് അഞ്ചുമലപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ കൊണ്ട് പേര് കേട്ട വ്യൂ പോയിന്റാണ് ഇത്. പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി പ്രദേശം കൂടിയാണ്. പത്തനംതിട്ട ടൗണിൽ നിന്നും 26 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഭാഗത്തേക്ക്. വാഴപ്പാറ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ലിറ്റിൽ കുറ്റാലം. പത്തനാപുരത്തോട് ചേർന്ന് 6 കിലോമീറ്റർ ദൂരത്തിൽ പത്തനംതിട്ടയുടെ അതിർത്തി ഗ്രാമമായ വാഴപ്പാറയിലാണ് ചെറുതെങ്കിലും മനോഹരമായ വെള്ളച്ചാട്ടമുള്ളത്. നാഗപ്പാറ. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിൽ നിർമ്മലപുരം കരുവള്ളിക്കാട് എന്നറിയപ്പെടുന്ന ഭാഗത്താണ് നാഗപ്പാറ. റാന്നി പൊന്തമ്പുഴ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് വനത്തിൽ നിന്നുള്ള ഇളം തണുത്ത കാറ്റേറ്റിരിക്കാൻ പറ്റിയ ലൊക്കേഷനാണിത്. പാറത്തോട് മീൻമുട്ടി വാട്ടർഫാൾസ്. കോഴഞ്ചേരിക്കടുത്ത് മല്ലപ്പള്ളി പാറത്തോട് ഗ്രാമപ്രദേശത്താണ് മനോഹരമായ വെള്ളച്ചാട്ടമുള്ളത്. തട്ടുകളിലായി താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമാണ്. വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സേഫായ ഒരു ലൊക്കേഷനാണ് ഇത്. രാക്ഷസൻ പാറ. പത്തനംതിട്ട കൂടൽ ഭാഗത്ത് ഇഞ്ചപ്പാറ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് രാക്ഷസൻ പാറ. പത്തനംതിട്ട കൂടലിൽ നിന്നും 3 കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്നും 20 കിലോമീറ്ററുമാണ് ദൂരം. മൂലൂർ സ്മാരകം. പത്തനംതിട്ടയിൽ നിന്നും 12 കിലോമീറ്റർ അകലെ ഇലവന്തിട്ടയിലാണ് മൂലൂർ സ്മാരകം. സാമൂഹിക പരിഷ്കർത്താവും കവിയുമായിരുന്ന മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ വസതി 1989 സർക്കാർ സ്മാരകമാക്കി മാറ്റിയതാണ്. പെരുന്തേനരുവി വാട്ടർഫാൾസ്. പത്തനംതിട്ടയിൽ നിന്നും 35 കിലോമീറ്റർ ദൂരം അറിയപ്പെടുന്നൊരു സ്പോട്ടാണ്. മനോഹരമായ വെള്ളച്ചാട്ടമാണെങ്കിലും അപകടം നിറഞ്ഞൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് കണ്ട് ആസ്വദിച്ച് മടങ്ങുന്നതാവും നല്ലത്. വനപ്രദേശത്താൽ ചുറ്റപ്പെട്ട ഒരിടം. പനംകുടത്തെ വെള്ളച്ചാട്ടമാണ് തൊട്ടടുത്തുള്ള മറ്റൊരു സ്പോട്ട്. ഹിമാലയൻ പാറ. ഒരു പഴയകാല കോറിയുടെ മുകൾ ഭാഗം. എന്നാൽ ഭംഗിയുള്ള ദൂരക്കാഴ്ച കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലം. രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് സന്ദർശനത്തിന് പറ്റിയ സമയം. പത്തനംതിട്ടയിൽ നിന്നും 20 കിലോമീറ്റർ അകലെ കുറിച്ചിമുറ്റം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഹിമാലയൻ പാറ. അഞ്ചുകുഴി വാട്ടർഫാൾസ്. എരുമേലിക്കടുത്ത് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ നടുവിലായുള്ള മനോഹരമായ വെള്ളച്ചാട്ടമാണ് അഞ്ചുകുഴി. പാറകളിൽ തട്ടി പതങ്ങി താഴേക്കൊഴുകുന്ന അരുവിയും അത് കടന്നെത്തിയാൽ ഒരു ചെറിയ ക്ഷേത്രവും ചുറ്റുമുള്ള ചെറിയ വനവുമൊക്കെയായി അതീവ സൗന്ദര്യമുള്ള സ്ഥലമാണ് ഇത്. മണിയാർ ഡാം. പത്തനംതിട്ട റാന്നിക്ക് സമീപം വടശ്ശേരിക്കര ഗ്രാമപ്രദേശത്താണ് മണിയാർ ഡാം. പമ്പയുടെ പോഷക നദിയായ കക്കാട് നദിക്ക് കുറുകെയാണ് മണിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളുടെ ഭംഗി കൊണ്ടും ചുറ്റുമുള്ള കാനന ഭംഗി കൊണ്ടും പേരുകേട്ട ലൊക്കേഷനാണ്. അരുവിക്കൽ വാട്ടർഫാൾസ്.
പത്തനംതിട്ട റാന്നി ടൗണിനോട് ചേർന്നുള്ള വെള്ളച്ചാട്ടമാണ് അരുവിക്കൽ വാട്ടർഫാൾസ്. ചെറിയ വെള്ളച്ചാട്ടം എന്നിരുന്നാലും മനോഹരമായ ഒന്ന് തന്നെയാണ്. റോഡിനോട് ചേർന്ന് വളരെ എളുപ്പത്തിൽ കണ്ടു മടങ്ങാവുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇത്. പാണ്ടിയൻപാറ വ്യൂ പോയിന്റ് പത്തനംതിട്ട റാന്നിക്കടുത്ത് 8 കിലോമീറ്റർ ദൂരത്തുള്ള മനോഹരമായ വ്യൂ പോയിന്റാണ്. ശാന്തമായ പ്രകൃതിയുടെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് മടങ്ങാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ. ലാഹ വ്യൂ പോയിന്റ് ശബരിമലയിലേക്കുള്ള പാതയിൽ വനപ്രദേശം ആരംഭിക്കുന്നതിന് മുമ്പായുള്ള ലൊക്കേഷനാണ് ലാഹ. കോടമഞ്ഞ് പൊതിയുന്ന മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകളാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു ലൊക്കേഷനാണ് ഇത്. അങ്ങനെ പത്തനംതിട്ടയുടെ 45 സ്പോട്ടുകളുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.